ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ സമയം 3:34. നിങ്ങൾ വിചാരിക്കും ഞാൻ സമയം പറയാൻ വന്നതാണോ എന്ന്. ഗായ്സ്, ഇത് വെളുപ്പാങ്കാലമാണ്. എവിടെ പോകുന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? ഇത് ഗായ്സ്, ഉമ്മയും മാമയും കൂടെ എയർപോർട്ടിലേക്ക് പോകുന്നതാണ്. എയർപോർട്ടിലോട്ട് എന്തിനാണെന്നല്ലേ? വാപ്പായെ വിളിക്കാൻ പോകുന്നതാണ് ഗായ്സ്. ആ സമയത്ത് ഉമ്മക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയായത് കൊണ്ടാണ് മാമയും കൂടെ പോയത്. ഈ കാണുന്നതാണ് എൻ്റെ മാമ. മാമ പ്രോ ഡ്രൈവറാണ്. അങ്ങനെ അവർ പോയി എയർപോർട്ടിലേക്ക് എത്തി ഗൈസ്. ഉമ്മ വന്നുടനെ ഇവിടെ നോക്കുന്നത് എവിടെയെങ്കിലും ഫ്ലവർ ഉണ്ടാകുന്നതാണ് വാപ്പാക്ക് കൊടുക്കാനേ. അങ്ങനെ അമ്മ തേടി നടന്ന ഫ്ലവർ കിട്ടിയിരിക്കുന്നു ഗൈസ്. ഇതാണ് ആ ഫ്ലവർ. ഇതിപ്പോൾ ചുമക്കുന്നത് എൻ്റെ മാമയാണേ. മാമാരെ നിൽപ്പ് കണ്ടെത്തുന്ന ആരെയും കട്ട വെയിറ്റിങ്ങിലാണെന്ന്. അല്ലേ ഗൈസ്, എനിക്കും തോന്നിയതാണ്, നിങ്ങൾക്കും തോന്നിയില്ലേ? അങ്ങനെ എൻ്റെ വാപ്പ ഇറങ്ങി വരികയാണ്. വാപ്പ വന്ന് വണ്ടി കയറി സംസാരമൊക്കെ അങ്ങ് തുടങ്ങി. വാപ്പയുടെ ഫ്ലൈറ്റ് 1 മണിക്കൂർ ഡിലേ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഗൈസ്, ഞാൻ വാപ്പ വരുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്കും വാപ്പുവിനും വാപ്പാക്കും സർപ്രൈസായി തരാനായിട്ടാണ് വരുന്നത്. ഉമ്മാക്ക് അറിയായിരുന്നു, ഉമ്മാർത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗൈസ്, വാപ്പ വീട്ടിലേക്ക് എത്തി. ഞാൻ ഇതെല്ലാം ജനലിൻ്റെ ഇടയിൽ കൂടെ ഒളിഞ്ഞു നോക്കുകയായിരുന്നു. ഞാൻ കണ്ടുപിടിച്ച് അങ്ങനെ വാപ്പ നേരെ വാപ്പുവിൻ്റെ അടുത്ത് പോകുകയാണ് ഗൈസ്. വാപ്പു അധികം സർപ്രൈസ് ആയിട്ടില്ല, കാരണം വാപ്പ എന്നെ പുറത്തുനിന്ന് വന്നെടുത്ത ശബ്ദം കേട്ട് ഉമ്മയും മോനും കൂടെ സ്നേഹിക്കുകയാണ്. വാപ്പ പറയുന്നുണ്ട് വാപ്പ വരും അറിയായിരുന്നു. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ അടുത്ത ഞങ്ങൾ വാപ്പാക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. വലിയപ്പുണ്ട്, ഞാനുണ്ട്, വാപ്പായും ഉണ്ട്, ഉമ്മായും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കിളിമാനൂർ ചന്തയിലെത്തി ഗൈസ്. ഈ ഇരിക്കുന്നതാണ് എൻ്റെ വാപ്പാപ്പ. ഇതാണ് കിളിമാനൂർ ചന്ത. വാപ്പാപ്പ ഭയങ്കര ബിസിയാണ്. അങ്ങനെ വാപ്പ വന്ന് പുറകെ നിൽക്കുകയാണ്. വാപ്പാപ്പയെ വിളിക്കുന്നുണ്ടേ. വാപ്പാപ്പ ആകെ അത്തം വിട്ടുപോയി. വാപ്പാപ്പ ഭയങ്കര ഹാപ്പിയാ. വാപ്പ അവിടെ നിന്ന് ആൾക്കാർക്ക് പറയണത് ഇത് എൻ്റെ മോനാണെന്ന്. അപ്പൊ ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ്. അപ്പൊ ബൈ.